ഹലോ ഫ്രണ്ട്സ്, പ്രോമിസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈബ്രിഡ് ബോഗൺവില്ലകളെ പരിചയപ്പെടുത്തുന്ന സീരീസിലെ മൂന്നാമത്തെ വീഡിയോ. ഇന്ന് നമ്മൾ 3 പ്ലാന്റുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ ആദ്യത്തേത് പൂന ലാവണ്ടർ എന്നൊക്കെ പറഞ്ഞ സെയിം പ്ലാന്റ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. കാരണം കുറേ വർഷങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്. മിക്കവാറും ആൾക്കാരുടെ കയ്യിൽ ഇതിന് കളക്ഷൻ ഉണ്ടാകും. ഇതൊക്കെ ഇപ്പോൾ ഒരു കോമൺ പ്ലാന്റായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ ഡിമാൻഡ് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇത് ബോർഡർ പ്ലാന്റായിട്ടൊക്കെ വെക്കാൻ നല്ലതാണ്. നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ ബോർഡർ പ്ലാന്റായിട്ടൊക്കെ നല്ല വെട്ടി നിർത്തി നല്ല ഭംഗിയായിട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കളക്ഷനിലേക്ക് ഒരു നല്ല ചോയ്സ് തന്നെയാണ്. പൂക്കൾ വളരെ അട്രാക്റ്റീവാണ്. ചെറിയ ഇലകളും വലിയ പൂക്കളും. അതിൻ്റെ പെറ്റൽസിൻ്റെ ഷേപ്പ് കണ്ടോ? ഉള്ളിലേക്ക് വരുമ്പോൾ ചെറിയ ഒരു ഡീപ്പ് കളറും കൂടെ വരുന്നുണ്ട് അതിനകത്ത്. അധികം അതിന് മുള്ളുകളൊന്നുമില്ല. എന്നാൽ മുള്ളുണ്ട്, തീരെ ഇല്ലാതില്ല, മുള്ളുകളുണ്ട്. എങ്കിലും വലിയ കട്ടിയുള്ള മുള്ളുകളൊന്നുമല്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഇത് വളർന്ന് പൂക്കളാവും എന്നുള്ള. നമ്മളൊരു ചെറിയ തൈ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പൂക്കൾ. ഏകദേശം ഒരു 15 ദിവസം മുമ്പ് ഞാനിത് റീപോർട്ട് ചെയ്ത ചെറിയതായി പ്ലാന്റ് ആയിരുന്നു. അതിനെ ഒരു വലിയ ചട്ടിയിലേക്ക് 1-2 ചട്ടിയിലേക്ക് നമ്മൾ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 10-15 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് വളർന്ന് പുതിയ ശാഖകളും തളിരൊക്കെ വന്ന് നിറയെ പൂക്കളായി. ഓഫ് സീസണിൽ പോലും ഇതിനകത്ത് പൂക്കൾ കണ്ടുവരുന്നുണ്ട്. ഇത് നല്ലൊരു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ പ്ലാന്റ്? ഇത് നല്ലൊരു ചോയ്സാണിത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. അടുത്തത് നമ്മൾ വരുന്ന ചിത്രയാണ്. ചിത്ര പല വെറൈറ്റി ഉണ്ട്. ചിത്ര ബാത്തിക്ക്, സിൽവർ ചിത്ര, നോർമൽ ചിത്ര, ഇതൊക്കെ ഉണ്ട്. ഇതൊരു നോർമൽ ചിത്ര വെറൈറ്റി പ്ലാന്റാണ്. ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ, മൾട്ടി കളറാണ്. പിങ്കിൻ്റെ പല ഷെയ്ഡ്, പിങ്ക്, വൈറ്റ്, ഓഫ് വൈറ്റ്, പീച്ച്, അങ്ങനെ പല കളറിലുണ്ട്. ഇത് നല്ല കട്ടിയുള്ള സ്റ്റെംസോടുകൂടിയ റൗണ്ട് ഷേപ്പുള്ള ഇലകൾ ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ തൈകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് വരുന്നത് കണ്ടില്ലേ, എൻ്റെ പൂക്കളൊക്കെ കണ്ടില്ലേ, നല്ല വളരെ ഭംഗിയായിട്ടുള്ള പൂക്കൾ. നിങ്ങൾക്കത് ഡയറക്റ്റായിട്ട് മേടിക്കാം. അല്ലാന്നുണ്ടെങ്കിലൊക്കെ പെറ്റ് സർവീസോ DTDC കൊറിയർ സർവീസോ ഒക്കെ സെലക്ട് ചെയ്യാം. അടുത്ത് വരുന്നത് സിംഗപ്പൂർ പിങ്ക്. ഹൈബ്രിഡ് ബോഗൺവില്ലകളുടെ കൂട്ടത്തിൽ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്നതും എങ്കിലും വളരെ ഡിമാൻഡുള്ളതുമായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് സിംഗപ്പൂർ പിങ്ക്. ഏകദേശം 1-2 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ ഇത് ലഭ്യമാണ്. പിങ്ക് കളറിലെ ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഷെയ്ഡ്, അതായത് ലൈറ്റ് പിങ്ക് അല്ല, ഡീപ്പല്ല, അതിനിടയ്ക്കുള്ളൊരു സൂത്തിങ് ആയിട്ടുള്ളൊരു കളറ്, വളരെ അട്രാക്റ്റീവായിട്ടുള്ള കളറ്. മാത്രമല്ല ഇങ്ങനെ സ്റ്റെംസിൻ്റെ അറ്റത്ത് ഇങ്ങനെ കൂട്ടമായിട്ട് പൂക്കൾ വിരിയുന്നു. അതിൻ്റെ പെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളതാണ്. അതോടൊപ്പം അതിനകത്തൊരു ഗ്രീനിഷ് സ്ട്രൈപ്സ് പോലെ സെൻറ്ററിൽ നിന്ന് വരുന്നുണ്ട്. ഒരു പ്രത്യേക പാറ്റേൺ അത്. ഇതിൻ്റെ സ്റ്റെംസിന് അധികം കട്ടിയൊന്നുമില്ല. ഇതിങ്ങനെ വലിയ ഉയരത്തിൽ പോകുന്ന ചെടിയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വശങ്ങളിലേക്ക് പടർന്ന് വളരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ചട്ടികളിൽ ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നത് വളരെ മനോഹരമായിരിക്കും. ഇത് നിങ്ങളുടെ ഗാർഡനിലേക്ക് നല്ല ചോയ്സാണ്. ബോഗൺവില്ല കളക്ടേഴ്സിൻ്റെ ഒരു നല്ല ചോയ്സാണിത്. ഇത് നിങ്ങളുടെ ഗാർഡൻ ഇല്ലെങ്കിൽ ഉടനെ തന്നെ ഇതിൻ്റെ പ്ലാന്റുകൾ മേടിച്ച് നട്ട് നോക്കൂ. ഞാൻ പറയുന്ന സത്യമില്ലെന്ന് നോക്കൂ, നല്ല കളറാണ്. ഇലകൾ ഇച്ചിരി നീണ്ട് അധികം കനമില്ല, അധികം തളർന്ന പോലെയൊക്കെ കിടക്കുന്നത്. പക്ഷേ നല്ല പ്ലാന്റാണിത്, നിറച്ച് പൂക്കും. ഇതിൻ്റെ തൈകളും ഇപ്പോൾ നമുക്ക് അവൈലബിളാണ്. ഈ 3 പ്ലാന്റുകളും നമുക്ക് നമ്മുടെ ഗാർഡനിൽ അവൈലബിളാണ്. നിങ്ങൾക്കിത് ഡയറക്റ്റ് പർച്ചേസോ പെറ്റ് സർവീസോ DTDC ഒക്കെ സെലക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.